ഇറക്കി ഞങ്ങൾ. കാരണം ഞങ്ങൾ മഴ പെയ്യുമ്പോൾ ഞങ്ങളിവിടെ ഉണ്ട്, ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല ഇന്നലെ 2 മണിക്ക് ഇതിപ്പോ ഞങ്ങൾ അധ്വാനിച്ചാലേ ഇതിപ്പോ ഞങ്ങൾ ഞങ്ങളുടെ പിന്നെ എനർജി ഉപയോഗിച്ച് ഞങ്ങളുടെ ആരോഗ്യം ഉപയോഗിച്ചിട്ട് ഇതാക്കും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് പൈസ കിട്ടും. പക്ഷേ ഇതിപ്പോൾ കൃഷിക്കാരത്ത് കൃഷി ചെയ്താലേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ പിന്നെ റേഷൻ കടയിൽ പോയാലും പിന്നെ അരി ആൾക്കാർ കിട്ടുള്ളൂ. തെക്കേക്കര ഹരിത പാടശേഖരത്തിലെ കർഷകർ വിളവെടുത്ത നെല്ല് സംഭരണത്തിന് വൈകുന്നതിനെ തുടർന്ന് മഴയിൽ നനഞ്ഞ് നാശഭീഷണിയിലായി. ടാർപ്പായില്ലാതെ വൈക്കോല് കണ്ടവാൻ വൈക്കോല് തന്നെ ഈ ടാർപ്പായ ഒഴിവായിട്ട് വേണം വൈക്കോലും പെടാൻ. കൊണ്ടുപോകാനൊന്നും ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ മൂന്നാമത്തെ മഴയാണ് ഇപ്പോൾ ഇത്. മൂന്നാമത്തെ മഴ ഓരോ മഴയ്ക്കും ഞങ്ങളിപ്പോൾ ഇന്നലെ ഫുള്ള് ഉറങ്ങിയിട്ടില്ല. കാരണം ഇത്രയും നെല്ലിവിടെ കിടക്കുകയാണ്. 6 മാസത്തെ അധ്വാനം ഞങ്ങൾക്ക് കാറ്റുമഴയും കാര്യം ഒരു പിന്നെ കൂട്ടുകൂലിയോ മറ്റു കാര്യങ്ങളോ ആനുകൂല്യമൊന്നും കിട്ടുന്നില്ല. ഇത് വേറ്റി കൊണ്ടായിട്ട് 6 മാസം കഴിഞ്ഞാൽ പൈസ കിട്ടില്ല. എന്നാലും വേണ്ടിയില്ല, ഞങ്ങൾ ഈ അധ്വാനിച്ചിട്ടുള്ളത് പിന്നെ ഈ മുതൽ കിട്ടുന്ന നാശമാകുമ്പോൾ ഞങ്ങൾക്ക് അത് അത്രയും വേദനയുള്ള കാര്യങ്ങളാണ്. ഇത് ബന്ധപ്പെട്ട ആൾക്കാർ വന്നിട്ട് നോക്കാനോ അതിനൊന്നുമില്ല. വെറും ടോക്കൺ തന്നുകൊണ്ട് കാര്യമായിട്ടില്ലോ, അത് കൈവടിച്ച് കാര്യമില്ല. മില്ലേർ പോകുന്നില്ല, അവർക്ക് പിന്നെ വരാമെന്ന് പറഞ്ഞില്ലാതെ ഈ വഴിക്ക് വന്നിട്ടില്ല. 1 മാസം കഴിഞ്ഞു ഈ നെല്ലിലൂടെ പാടത്ത് കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ടോക്കൺ ലഭിച്ച് 3 ആഴ്ച കഴിഞ്ഞിട്ടും നെല്ല് സംഭരണത്തിനായി കൊണ്ടുപോകാത്തതിനെതിരെ കർഷകരുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഏകദേശം 30 ടൺ നെല്ലാണ് പാടത്തിൽ തന്നെ കിടക്കുന്നത്. 500-ലധികം ചാക്കുകളിലായി ശേഖരിച്ച നെല്ല് ടാർപ്പായി ഉപയോഗിച്ച് സംരക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് വീണ്ടും ലോഡ് ചെയ്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന അവിടെ സൗകര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇത് 500 ചാക്ക് മൊത്തത്തിൽ കിടക്കുന്നുണ്ട്. എല്ലാതും കൂടിയിട്ട് ഈ ഹരിത പാടശേഖരത്തിൽ യാതൊരു ഉത്തരവാദിത്തങ്ങളില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ട ബന്ധപ്പെട്ട അധികാരികൾ? ബുധനാഴ്ച പെയ്ത മഴയിൽ നെല്ല് വീണ്ടും നനഞ്ഞ് കർഷകർക്ക് വലിയ തിരിച്ചടിയായി. മഴ തുടർന്ന് നെല്ലുണങ്ങാനും സംരക്ഷിക്കാനും കർഷകർക്ക് അധികം ചെലവ് വഹിക്കേണ്ടി വരുന്നതായും പരാതിയുണ്ട്. 6 മാസത്തെ കഠിനാധ്വാന ഫലമായ നെല്ല് പാടത്ത് തന്നെ കിടക്കുന്നത് കർഷകരെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതായും അവർ പറയുന്നു. 1 മാസം കഴിഞ്ഞ് ഈ നെല്ല് കൊയ്തിട്ട് 3 ആഴ്ച കഴിഞ്ഞ് ടോക്കൺ കിട്ടിയിട്ട് ഇതുവരെ മില്ലേർ വന്നിട്ട് ഈ സാധനം എടുത്തു ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല. ഈ സാധനം മഴയത്ത് ഈ സാധനം കിടക്കുന്നു. ഇത് മാത്രമല്ല 500ഓളം ചാക്ക് ഈ പാടത്ത് കിടക്കുന്നുണ്ട്. ഈ പാടത്ത് മാത്രമായിട്ട് കിടക്കുന്നുണ്ട്. ഇത് ഒന്നില്ലെങ്കിൽ ഇത് കൊണ്ടുപോകും, ഇവിടുന്ന് കാശ് കിട്ടിയില്ലെങ്കിൽ വേണ്ട, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പോയി കിടക്കുന്നത്. എന്താണ് ഇപ്പം തന്നെ കൃഷിക്കാർ കണ്ട കളം പഠിച്ചതൊക്കെയാണ് അവൻ ഉണ്ടാക്കിയിട്ടുള്ള നെല്ലാണ് ഈ കിടക്കുന്നത്. അതെന്ത് ഇപ്പം ഈ നേരത്തെ പാടത്ത് കിടന്നിട്ട് മഴയത്ത് കിടന്ന് നശിപ്പിച്ച് പോകാന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു വ്യവസ്ഥ എന്തെങ്കിലും സർക്കാർ ചെയ്യുക. സംഭരണം വേഗത്തിലാക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. അടുത്ത ദിവസങ്ങളിലും മഴ തുടരുമെന്ന പ്രവചനവും കർഷകരുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. CNTV ചാലിശ്ശേരി.